സത്യം പറഞ്ഞാൽ പരമ്പരയുടെ ആചാരമനുസരിച്ച് നോക്കിയിരുന്നെങ്കിൽ ഈ ദേശമംഗലം വാഴേണ്ടത് എന്റെ പൊന്നുതമ്പുരാനല്ലേ, മഹാറാണിയാകേണ്ടത് ഞാനല്ലേ. ചിലരുടെ ഭാഗ്യദോഷം ചിലർക്ക് ഭാഗ്യമായി ഭവിച്ചു, അത്ര തന്നെ. അനാഥയായ ഒരു പെൺകുട്ടി ദേശമംഗലത്തിന്റെ തമ്പുരാട്ടിയായിരിക്കുന്നു. അവകാശിയാകേണ്ടവൾ വിരുന്നുകാരിയെ പോലെ വന്നു കയറുന്നു. ദൈവത്തിന്റെ ഓരോ കണക്കുപിഴ. തോഴിമാരെ എത്ര പേര് വേണമെങ്കിലും ഇടത്തേക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ ചെയ്യേണ്ടത് എന്തുണ്ടോ അത് ഞാൻ ചെയ്യാം. അനുജന്റെ നിർബന്ധം കാരണം പോരാൻ തീരുമാനിച്ചേ ഉള്ളൂ. അല്ലാതെ ദേശമംഗലത്തിന്റെ രാജപദവിയോടുള്ള ആസക്തി പണ്ടും തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നിയിട്ടില്ല. അതെ, എവിടെയാ വിശ്രമം ഒരുക്കിയിരിക്കുന്നത്? ചന്ദ്രബിന്ദു തമ്പുരാട്ടി കാണിച്ചു കൊടുക്കൂ. അങ്ങ് വന്നാലും ഇതുകൂടെ എടുത്തോളാ. ഞാൻ പിന്നീട് എത്തിക്കോളാം. എടത്തി, പഴയ കാര്യങ്ങളൊന്നും രണ്ടുപേരും മനസ്സിൽ വെക്കരുത്. എത്ര മറക്കാൻ നോക്കിയാലും അതത്ര എളുപ്പമല്ലല്ലോ അനുജത്തി. കൊട്ടാര ജീവിതത്തോട് ആസക്തിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞത് സത്യം തന്നെയാ. അല്ലെങ്കിൽ ഇത്രയും കാലം അവകാശങ്ങളൊന്നും ചോദിക്കാതെ ദേശത്തിനപ്പുറം കഴിയില്ലല്ലോ. വർണ്ണമോൾ എവിടെ? കണ്ടില്ലല്ലോ. മോള് ഗുരുകുലത്തിലാണ്. വേദപഠനവും നൃത്തപഠനവും അവിടെയാ. നിർത്തൂ. എങ്ങനെയാ വർണ്ണമോളുടെ ചുവട് പിഴിച്ചത്? അറിയില്ല. എനിക്കറിയാം. നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അടുത്തുള്ള ആളിനെ ശ്രദ്ധിക്കാനാണോ ഞാൻ പറഞ്ഞിട്ടുള്ളത്? എന്താ മോളെ പറഞ്ഞാ മനസ്സിലാവാത്തത്? വേദമോളെ കണ്ടില്ലേ? മറ്റൊന്നും ആലോചിക്കാതെ അവള് നൃത്തം ചെയ്യുന്നത്. മനസ്സിന് ഭാരം ഉണ്ടാവാൻ പാടില്ല. അതൊരു അപ്പൂപ്പൻ താടിയെ പോലെ പറന്ന് നടക്കണം. അപ്പോഴാണ് ചുവടും ലയവും മുദ്രയും ഭാവവും ഒക്കെ നമ്മളിലേക്ക് ഒഴുകിയെത്തൂ. വഴക്ക് പറഞ്ഞതല്ല. നൃത്തം അഭ്യസിക്കുമ്പോ ഇത് പതിവാണ്. വേദക്കുട്ടി, വർണ്ണമോൾക്കൊന്ന് പറഞ്ഞു കൊടുക്കും. ഞാനിപ്പോ വരാം. വർണ്ണ, ഞാൻ കാണിച്ചു തരാം. അതേപോലെ ചെയ്യൂ. വർണ്ണമോളൊന്നും കുസൃതി കാണിച്ചു അല്ലേ? ചില നേരത്ത് ആ കുട്ടിയുടെ നോട്ടം കാണുമ്പോൾ പേടിയാകും. രാജരക്തമല്ലേ, അതിന്റെ ഒരു ഹുങ്കുണ്ടാവുമല്ലോ. വർണ്ണ, ഞാൻ കാണിച്ച പോലെ ചെയ്യേ. നീ കാണിച്ചോല്ലേ ചെയ്യാനോ? അതിന് നീ ആരാ? ഞാൻ ഈ നാട്ടിലെ മഹാരാജാവിന്റെ പുത്രിയാണ്. വെറൊരു പൂജാരിയുടെ മകളായ നിനക്ക് എന്റെ ഒപ്പം പഠിക്കാൻ പറ്റുന്നതിനെ ഭാഗ്യമായിട്ട് കുട്ടിയാ മതി. അറിവിലും കലയിലും വലിപ്പച്ചെറുപ്പമില്ലെന്ന് ഗുരു പറഞ്ഞിട്ടില്ലേ? വലിപ്പച്ചെറുപ്പം ഉണ്ട്. ഞാനും നീ ഒരുപോലെയല്ല. കേൾക്കൂ വർണ്ണ, ചേച്ചി വരുമ്പോഴേക്കും ഇത് കളിച്ച് കാണിച്ചൂടെ? ഇതുപോലെ ചെയ്യൂ. അയ്യോ, എന്തു പറ്റി? ഞാൻ വരണോ കുട്ടി? വേണ്ട, ഞാൻ നോക്കിക്കോളാം. എന്തു പറ്റി? എന്റെ ചുവട് പിടിച്ചതാണ്. വർണ്ണ കുറുമ്പ് കാണിച്ചു അല്ലേ? വർണ്ണയൊന്നും കാണിച്ചില്ല. മിണ്ടരുത്. തെറ്റ് ചെയ്യുന്നവരെ ന്യായീകരിക്കല്ല വേണ്ടത്, പറഞ്ഞു തിരുത്താനാ ശ്രമിക്കേണ്ടത്. ഇന്ന് ഇത്രയും മതി. നമസ്കാരം ചെയ്തോളൂ.
വർണ്ണമോള് വേദക്കുട്ടിയെ ദ്രോഹിച്ചു. വേദമോളാണെങ്കിൽ ഒരു പരാതിയും പറയില്ല. ദേശമംഗലത്തമ്മയെ പൂജിക്കുന്നയാൾ വളർത്തുന്ന കുട്ടിയല്ലേ. ആദരവും ബഹുമാനവുമൊക്കെ ആ കുട്ടിക്ക് അച്ഛൻ തന്നെ പകർന്നു നൽകിയിട്ടുണ്ട്. പക്ഷെ വർണ്ണമോളുടെ കാര്യത്തിലാണ് നാൾക്ക് നാൾ ദേഷ്യം കൂടുന്നുണ്ട്. അതുകൊണ്ട് പഠിക്കുന്നതിലും പുറകോട്ട് തന്നെ. വേദ പഠനത്തിന്റെ കാര്യത്തിലും അതെ. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ വെച്ച് മഹാരാജാവിനെ കണ്ടപ്പോ ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ചിലപ്പോ ചിലത് ബാലചാബല്യങ്ങൾ മാത്രമായിരിക്കും. കുറച്ചു മുതിരുമ്പോ ചിലപ്പോ ശരിയാകും. എന്നാലും അച്ഛാ, കാര്യങ്ങൾ അതിഗൗരവമായി എടുക്കാതിരിക്കാൻ ശ്രമിക്കൂ കുട്ടി. ക്രമേണ എല്ലാം ശരിയായിക്കൊള്ളും. അച്ഛാ, എന്താ മോളെ? ഗുരുകുലത്തിൽ നിന്ന് മടങ്ങി പോരുമ്പോ ഒരു സങ്കടമാ. അതെന്താ? ഗുരുവിന്റെ അടുത്തെത്തുമ്പോ ഒരുപാട് നേരം അവിടെ ഇരിക്കണമെന്ന് തോന്നും. കഥകൾ കേൾക്കണം, പഠിക്കണം, പിന്നെ നൃത്തവും അഭ്യസിക്കണം. ശരി, മുഴുവൻ സമയവും ഗുരുകുലത്തിൽ ചെലവഴിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛന് പിന്നെ കൂട്ടാരാ? അയ്യോ, മുഴുവൻ നേരവും പറ്റില്ല. അച്ഛന് ഞാനല്ലേ കൂട്ട്. അച്ഛന്റെ അടുത്ത് എത്താതെ എനിക്ക് ഉറക്കം കിട്ടോ? ഓഹോ, 8 വർഷം മുമ്പ് ഇവിടെ എത്തുമ്പോ ഞാൻ പുറം നാട്ടുകാരനായിരുന്നു. പക്ഷെ ഇപ്പോ ദേശമംഗലത്തമ്മയുടെ പ്രജ. മുറിച്ചു മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഒരു ബന്ധം എല്ലാവരോടും ഉണ്ട്. ഭക്തരായിക്കൊള്ളട്ടെ, തമ്പുരാനായിക്കൊള്ളട്ടെ, സ്നേഹം മാത്രമേ വച്ച് നീട്ടിയിട്ടുള്ളൂ. അച്ഛന്റെ മോള് എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറണം. ഒരാൾക്കും വേദന കൊടുക്കരുത്. മോളെക്കുറിച്ച് ആളുകൾ നല്ലത് മാത്രം പറഞ്ഞു കേൾക്കാനാണ് അച്ഛൻ ആഗ്രഹം. ഗുരുവും പറഞ്ഞിട്ടുണ്ട്, വയസ്സിൽ മൂത്തവർ, അറിവിൽ മൂത്തവർ, അവരൊക്കെ വലിയവരാണെന്ന്. അവരൊക്കെ ബഹുമാനിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെ ചെയ്യാറുണ്ടല്ലോ അച്ഛാ. എന്റെ മോള് മിടുക്കിയല്ലേ. അതുകൊണ്ടല്ലേ പൊന്നു തമ്പുരാന്റെ മോള് പഠിക്കുന്ന അതേ ഗുരുകുലത്തിൽ ആ കുട്ടിയോടൊപ്പം മോളെ കൂടി പഠിപ്പിക്കാൻ തമ്പുരാൻ അനുവദിച്ചത്. ഇങ്ങനെയൊരു ഭാഗ്യം മറ്റാർക്കും കിട്ടിയിട്ടില്ലല്ലേ അച്ഛാ. കൊട്ടാരക്കെട്ടിലെ പഠനങ്ങളെ കുറിച്ച് നമ്മളൊക്കെ പുറത്തിരുന്നേ കേട്ടിട്ടുള്ളൂ. ഇതെന്റെ മോളുടെ മഹാഭാഗ്യമാണ്. തമ്പുരാനോട് കാണിക്കുന്ന അതേ ബഹുമാനം തമ്പുരാന്റെ മകൾക്കും മോൾ കൊടുക്കണം. വർണ്ണമോളെ എനിക്ക് വലിയ ഇഷ്ടാച്ചാ. വർണ്ണമോൾ എന്തെങ്കിലും ഒരു ചെറിയ വഴക്കിന് വന്നാലും ഞാൻ അതിന് നിൽക്കാറില്ല. അങ്ങനെ വേണം. എവിടെ ചെന്ന് നിൽക്കുമ്പോഴും മനസ്സിൽ തെളിഞ്ഞു നിൽക്കേണ്ടത് ദേശമംഗലത്തമ്മയുടെ രൂപമായിരിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിന് നമ്മൾ അറിയാതെ ഒരു പവിത്രത വരും. ഊണിലും ഉറക്കത്തിലും എനിക്ക് എന്റെ ദേവിയേ ഉള്ളൂ. അമ്മയെ കുറിച്ച് ഓർത്ത് സങ്കടം വരുമ്പോഴും ഞാൻ ദേവിയാണ് ഓർക്കുക. ദേവി അപ്പോ എന്നെ ചേർത്ത് പിടിക്കുന്ന പോലെ തോന്നും, നെഞ്ചിൽ കിടത്തി ഉറക്കുന്ന പോലെ തോന്നും. ഭഗവതിയാണ് എല്ലാവരുടെയും അമ്മ, ഈ പ്രപഞ്ചത്തിന്റെ തന്നെ മാതാവ്. അമ്മേ ഭഗവതി. അമ്മ, എനിക്ക് വിശക്കുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് പണിക്ക് ചെന്നാ മതിയെന്നല്ലേ പറഞ്ഞത്? എന്നാലല്ലേ നമുക്ക് വല്ലതും കിട്ടൂ. അതുവരെ ഒന്നും കഴിക്കാതിരിക്കാനോ? ഞാൻ വിശന്ന് ചാവും അമ്മേ. കാട്ടിലായിരുന്നെങ്കിൽ എന്തെങ്കിലും പഴങ്ങളെങ്കിലും കിട്ടുമായിരുന്നു. ഇവിടെ അതും ഇല്ല. അടുത്തെങ്ങാനും ആരുമില്ല. ഈ നാട്ടിലാണെങ്കിൽ ആരെയും പരിചയമില്ല. കാട്ടിന്ന് പോരുമ്പോ ഇവിടെ എല്ലാം ഉണ്ടാവൂന്നല്ലേ പറഞ്ഞത്? എന്നിട്ടെന്നാ ഇങ്ങനെ? മോള് വിഷമിക്കല്ലേ. നാളെ നേരം വെളുക്കട്ടെ. ഇത്തിരി ദൂരം നടന്നു പോയിട്ടാണെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു പിടി അരി അമ്മ വാങ്ങാം. എന്നിട്ട് അമ്മ മോൾക്ക് ചോറ് വെച്ചേരാം. എനിക്ക് വിശക്കുന്നു അമ്മ. എനിക്ക് വിശന്ന് പ്രാണം കത്തുന്നു. മോളൊന്ന് ഉറങ്ങിയാ മതി. അപ്പോഴേക്ക് നേരം വെളുക്കും. എന്റെ ദേവി, എന്റെ കുഞ്ഞ് പട്ടിണി കിടക്കുകയാണ്. അവളുടെ വയർ നിറയ്ക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്ന് പുറത്തു വരാമോ?
താമസിക്കാൻ ഇടമായി അല്ലേ? കാര്യങ്ങളൊക്കെ കേട്ടപ്പോ അവിടുത്തെ തറവാട്ടമ്മ പുറംപണിക്ക് ചെന്നോളാൻ പറഞ്ഞു. ഇവിടെ താമസിക്കാനും സമ്മതിച്ചു. ഞാൻ പറഞ്ഞില്ലേ ദേശമംഗലത്ത് നിങ്ങൾക്കൊരു കുറവും ഉണ്ടാവില്ലെന്ന്. അമ്മയെ നേരത്തെ ഭിക്ഷയായിട്ട് എന്തെങ്കിലും കിട്ടുമോന്നറിയാൻ വന്നതാണ്. അത് ഉണ്ടാക്കിയ ഭക്ഷണം ഞാനും മോളും കഴിച്ചു. ഇനി ഇവിടെ ഒന്നുമില്ല. അയ്യോ, കഷ്ടമായി പോയി. ഒരു കാര്യം ചെയ്യൂ, ഭിക്ഷയായി കിട്ടിയ ഒരു പിടി അരി എന്റെ കൈവശമുണ്ട്. അതൊന്ന് വേവിച്ചു തരാൻ വിരോധമുണ്ടോ? ഒരു വിരോധവും ഇല്ല. എങ്കിലായിക്കോട്ടെ, ഒരു പാത്രം എടുത്തുകൊണ്ടുവരൂ. കുഞ്ഞിപ്പെണ്ണിന് എന്താ വല്ലാത്തൊരു ക്ഷീണം പോലെ? ഉറക്കം വരുന്നുണ്ടോ? ഞാൻ ഇപ്പൊ തന്നെ വേവിച്ചു തരാം. അമ്മ അകത്തേക്ക് കയറുന്നുണ്ടോ? അതെന്താ, അകത്ത് കയറുന്നതിൽ വിരോധം എന്തെങ്കിലും ഉണ്ടോ? അതല്ല, ഞങ്ങള് മനുഷ്യരല്ലേ, പിന്നെന്താ. കുഞ്ഞിപ്പെണ്ണ് വാ, നമുക്ക് അകത്തിരിക്കാം. വരൂ. വരൂ. ഇരിക്കൂ. പേടിയാവില്ലേ രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ? ആരെ പേടിക്കാന്? ഭൂതങ്ങളുണ്ടാവില്ലേ? പ്രേതങ്ങളുണ്ടാവില്ലേ? ആയിക്കോട്ടെ, ഇങ്ങോട്ട് പേടിപ്പിച്ചാൽ അങ്ങോട്ടും പേടിപ്പിക്കും. ഭയങ്കര ധൈര്യമാണോ? കുറച്ചുകൂടി വലുതാവുമ്പോൾ കുഞ്ഞിപ്പെണ്ണിനും നല്ല ധൈര്യം ഉണ്ടാവും. എന്റെ അമ്മയ്ക്ക് തീരെ ധൈര്യമില്ല. അമ്മമാരെപ്പോഴും അങ്ങനെയാണ്, ഒരുപാട് പേടിയുണ്ടാവും. ആ പേടിയുടെ വേറൊരു പേരെന്താണെന്നറിയോ? സ്നേഹം. കുഞ്ഞിപ്പെണ്ണ് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. ഈ ലോകത്ത് ഒത്തിരി ഒത്തിരി. അതെങ്ങനെയാ പഠിക്കുക? കണ്ടു പഠിക്കുക. കാണുന്നതെല്ലാം സൂക്ഷ്മമായി നോക്കണം. ഏത് കാര്യത്തിലും ഒരു അറിവുണ്ടാവണം. മനസ്സിലായോ? ശരിക്കും മനസ്സിലായില്ല. എല്ലാം ഞാൻ പറഞ്ഞു തരാം. കുഞ്ഞിപ്പെണ്ണിനെ ഇനി ഞാനല്ലേ നോക്കുന്നത്. വല്യമ്മയും വല്യച്ഛനും ഒക്കെ ഇനി തിരിച്ചു പോകുമോ? ഏയ് ഇല്ല, വല്യമ്മയും വല്യച്ഛനും ഇനി വർണ്ണമോളുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി മുതൽ വർണ്ണമോളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത് വല്യമ്മയാണ്. എന്താ കാര്യമെന്നറിയോ? വർണ്ണമോളെ വല്യമ്മയ്ക്ക് അത്രക്കിഷ്ടാ. സത്യം? പിന്നല്ലാതെ. വർണ്ണമോൾ അത്ര സുന്ദരി കുട്ടിയല്ലേ. പിന്നെ ഈശ്വരൻ അനുഗ്രഹിച്ച് എന്തൊക്കെ കഴിവുകളാ കിട്ടിയിരിക്കുന്നേ. ആടാനും പാടാനും വേദം പറയാനും ഒക്കെ മിടിമിടിക്കല്ലേ. പൂജാരിയുടെ മകളില്ലേ വേദ, അവളാ മിടിമിടിക്ക്. ഞാൻ അത്രത്തോളം മിടിമിടിക്കൊന്നുമല്ല. എന്നാരാ പറഞ്ഞേ? ഗുരുനാഥൻ. പിന്നെ ഗുരുനാഥന്റെ മകളും. നാവറത്ത് കളയണം. വർണ്ണമോൾ ആരാ? ദേശമംഗലത്തെ അടുത്ത തമ്പുരാട്ടിയാണ്. പക്ഷെ തമ്പുരാട്ടിയൊക്കെ പ്രജകളെ പോലെയാണെന്നാണ് അച്ഛനമ്മയും പറയുന്നത്. മോൾ അതൊന്നും കാര്യമാക്കണ്ട. ഈ കൊട്ടാരത്തിൽ ജനിക്കുന്നതും തമ്പുരാൻ പദവി കിട്ടുന്നതും ഒക്കെ ഒരു ഭാഗ്യമാണ്. അതില്ലാത്തവർ പലതും പറയും. പക്ഷെ വർണ്ണമോള് തമ്പുരാട്ടിക്കുട്ടിയുടെ ഗൗരവം മുഴുവൻ കാണിക്കണം. ചേരാത്തവരുടെ കൂടെ നടക്കാൻ പാടില്ല. എവിടെ ചെന്നാലും വർണ്ണമോൾക്കായിരിക്കണം ജയം. വേറെ ആരെങ്കിലും ജയിച്ചാൽ അവരെ തന്ത്രത്തിൽ വീഴ്ത്തുകയും വേണം. കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെയാണോ ജ്യേഷ്ഠത്തി പറഞ്ഞു കൊടുക്കുന്നത്? രാജ്യം ഭരിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് ഇതൊക്കെ അല്ലാതെ പിന്നെ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇവള് കൊച്ചു കുഞ്ഞാണ്. രാജ്യം ഭരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഇവളെ ഇപ്പൊ ബുദ്ധിമുട്ടിക്കണ്ട. സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ മുതലല്ല ഒരാൾ രാജാവാകുന്നത്. ജനിക്കുന്നതിന് മുമ്പേ അതിനുള്ള പ്രവർത്തനം ഞരമ്പുകളിൽ ഉണ്ടാവും. കേട്ടിട്ടുണ്ടോ? രാജാവിന്റെ പത്നിയാണെങ്കിലും രാജ്യകാര്യങ്ങളെക്കുറിച്ച് അത്രയ്ക്ക് അറിവ് എനിക്കില്ല. എങ്ങനെ ഉണ്ടാവും? ഞാനൊന്നും പറയുന്നില്ല. വർണ്ണമോള് വന്നേ, ഉറങ്ങാൻ നേരമായി. പോട്ടെ വല്യമ്മേ. പോയിട്ട് വാ എന്റെ തമ്പുരാട്ടിക്കുട്ടി.
കുഞ്ഞിപ്പെണ്ണെ, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. വിളമ്പിത്തരട്ടെ? ആയിക്കോട്ടെ. അതെന്താ കുഞ്ഞിപ്പെണ്ണിന് കുറച്ചു മാത്രം? ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു എന്ന് പറഞ്ഞല്ലോ. പിന്നെ യോഗിനി അമ്മയെ തനിച്ചാക്കണ്ടെന്ന് കരുതിയാണ് മോൾക്ക് കൂടി അല്പം വിളമ്പിയത്. എനിക്ക് വിശപ്പില്ല, യോഗിനി അമ്മ കഴിച്ചോളൂ. കലത്തിൽ ഇനി ബാക്കിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഇനി കഞ്ഞിവെള്ളം മാത്രമേ ഉള്ളൂ. എടുക്കട്ടെ? വേണ്ട, വയറ് നിറഞ്ഞു, നന്നായി നിറഞ്ഞു. അമ്മേ, അയ്യോ, ഞാൻ ഇറങ്ങട്ടെ? ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ല. ഇവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട, ദേശമംഗലത്ത് നാം അങ്ങനെ ഉറങ്ങാറില്ല. അന്നമാണ് തന്നത്. അന്നം കൊടുക്കുന്നത് പോലെ നല്ലൊരു ഉപചാരം വേറെ ഒന്നുമില്ല. ഇടയ്ക്കിതുവഴി വരാം, കാണുകയും ചെയ്യാം. കുഞ്ഞിപ്പെണ്ണെ, ഇറങ്ങട്ടെ? മോൾക്ക് ഇത്തിരി മാത്രം ചോറ് തന്നോണ്ട് വിഷമമായോ? ഇല്ലമ്മേ, ആ അമ്മയ്ക്കല്ലേ കുടിക്കേണ്ടത്. ആ അമ്മ കൊണ്ടുവന്ന അരിയല്ലേ. കഞ്ഞിവെള്ളം ഉണ്ട്, കുറച്ച് കുടിച്ചിട്ട് കിടക്കാം. അമ്മ കുടിച്ചോളൂ. അത് വേണ്ട, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് കുടിക്കാം. അമ്മേ, ചോറ്. ദേശമംഗലത്തമ്മ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞില്ലേ? അതായിരിക്കും അമ്മേ. സംശയമില്ല, ഇത് ദേശമംഗലത്തമ്മയുടെ അത്ഭുതം തന്നെ. നമ്മൾ പട്ടിണി കിടക്കാതിരിക്കാൻ ദേവി സമ്മാനിച്ചതാണ്. നമ്മുടെ കൂടെ ദേവി ഉണ്ട് മോളെ. ദേശമംഗലത്തമ്മേ, എന്നെ എന്റെ കുട്ടിയെയും പട്ടിണി കിട്ടില്ലല്ലോ. അമ്മേ ഭഗവതി. തമ്പുരാൻ, എണ്ണ എവിടുന്നാണാവോ കൊണ്ടുവരുന്നത്? തമ്പുരാൻ, ക്ഷേത്രത്തിലേക്കുള്ള മുഴുവൻ എണ്ണയും പഞ്ചരത്നം ചെട്ടിയാരുടെ ചക്കിൽ നിന്നുമാണ്. എണ്ണയുടെ കണക്കെവിടെ? കണക്കുകൾ ഞങ്ങളുടെ കയ്യിൽ തരാറില്ല. കൊട്ടാരത്തിലേക്ക് നേരിട്ട് കൊണ്ടു ചെല്ലുകയും അവിടുന്ന് പണം കൈപ്പറ്റുകയുമാണ് ചെയ്യാറ്. എന്നാൽ ഇനി ആ ശീലം വേണ്ട. കൊട്ടാരത്തിലെ കാര്യങ്ങൾ വേറെ, ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വേറെ. ക്ഷേത്രത്തിലെ കണക്കുകൾ ഇവിടെ തന്നെ കിട്ടണം, നമുക്ക് മുൻപിൽ. മനസ്സിലായോ? എന്താ അത് ബുദ്ധിമുട്ടാണോ? പഞ്ചരത്നം ചെട്ടിയാരുടെ കയ്യിൽ നിന്നും ആവശ്യത്തിനുള്ള വക കിട്ടുന്നുണ്ടാവും. വയ്ക്കോ വയ്ക്കോ, പോ. പൂക്കളിറുക്കാൻ നിങ്ങൾ എത്ര പേരുണ്ട്? 5 പേരുണ്ട് തമ്പുരാൻ. അത് വിചിത്രമാണല്ലോ പൂജാരി. ഇവിടെ എന്താ നിത്യേന ഉത്സവം വല്ലതും നടക്കുന്നുണ്ടോ? അല്ല, അത് സാധാരണ ഒരു ദിവസം ക്ഷേത്രത്തിലേക്ക് എത്ര പൂ വേണ്ടി വരും? 2 പേർ അതിനുള്ള ജോലിക്ക് ധാരാളമല്ലേ? അത് സത്യമാണ് തമ്പുരാൻ. പക്ഷേ ഇവരൊക്കെ ക്ഷേത്രത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്.
ക്ഷേത്രത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെന്നല്ല പറയേണ്ടത്, ക്ഷേത്രത്തിലെ പാഴ്ചെലവുകൾ എന്ന് പറയൂ. അതാണ് ഒന്നുകൂടെ നല്ലത്. അങ്ങ് ഇവരെ അധിക്ഷേപിക്കരുത്. ഇവരുടെ കർമ്മം ഭംഗിയായിട്ട് ചെയ്യുന്നവരാണ്. ഇവരും ബഹുമാനത്തിന് അർഹരാണ്. ഓ, നോം അറിഞ്ഞില്ല. എന്നാൽ ഒന്നിവരെ ബഹുമാനിച്ചേക്കാം. അതെങ്ങനെയാ വേണ്ടത്? കൈകൂപ്പിയാ മതിയോ അതോ പാദം തൊട്ട് വന്നിക്കണോ? തമ്പുരാൻ, പൂജാരി, കാര്യങ്ങൾ ചോദിക്കുന്നവരോട് അല്പം നീരസം ഇവർക്ക് തോന്നാം. തോന്നിയാൽ അതിന്റെ അർത്ഥം എന്താ? കാര്യങ്ങൾ നേരെ ചൊവ്വേ നടക്കുന്നില്ല എന്നല്ലേ? ദേശമംഗലത്ത് അമ്മയുടെ തിരുമുമ്പിൽ ആരെങ്കിലും അരുതാത്തത് കാണിക്കുമോ? പണത്തിനോട് ആർത്തിയില്ലാത്തവരാരാ? അവസരം കിട്ടിയാൽ അത് നേടാൻ ശ്രമിക്കാത്തവരാരാ? എന്തിനധികം പൂജാരിക്ക് പൊന്നു തമ്പുരാൻ കൊട്ടാരത്തിൽ നിന്ന് നേരിട്ട് കൂലി തന്നിട്ടും ദക്ഷിണ ഇനത്തിൽ അങ്ങും സമ്പാദിക്കുന്നുണ്ടല്ലോ. ദക്ഷിണ നമ്മുടെ അവകാശമല്ലേ? അവകാശോ? അത് ഏത് തന്ത്രവിധിയിലാ പറഞ്ഞിട്ടുള്ളത്? നമുക്കും കൂടെ ഒന്ന് പറഞ്ഞു തരുവോ? ഒരു കാര്യം എല്ലാരും മനസ്സിലാക്കിക്കോണം. പഴയത് അതേപടി ആവർത്തിക്കാനല്ല നാം ഇവിടെ വന്നിരിക്കുന്നത്. പുതിയ ശീലങ്ങൾ ഉണ്ടാക്കാനാണ്. ദേശമംഗലത്ത് അമ്മയെ കൊള്ളയടിക്കുക എന്നത് ദേശമംഗലത്തെ തന്നെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്. അതേതായാലും അനുവദിക്കാൻ സാധ്യമല്ല. തിരുമേനി, നമുക്കെന്ത് ചെയ്യാനാവും? എല്ലാം ഭഗവതി തീരുമാനിക്കട്ടെ.